വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരാണെങ്കിൽ വീണ്ടും അങ്ങോട്ട് നിർബന്ധം ബഹളം വയ്ക്കുകയാണ്. വിഷ്ണുവിനെ വിളിക്കുക, എൻ്റെ മുടിയൊക്കെ വെട്ടിക്കണം, കുഴമ്പ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഞാൻ കൂടെ വന്നാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ പിള്ളയോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അവനെ അങ്ങോട്ട് വിളിക്കുക, അച്ഛൻ പുറത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അവൻ പെട്ടെന്ന് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം പിള്ളയാണെങ്കിൽ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്താ സത്യഭാമ ഇനി ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ കുറേ നേരം അവനെ നോക്കിയിട്ട് പിള്ളയുടെ കൂടെ വന്നോളും, അതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ഭാമയിരിക്കുന്നുണ്ട് അവിടെ. അതിനുശേഷമാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു രമണി നേഴ്സ് വിളിപ്പിച്ച അനുസരിച്ച് രേഷ്മ എത്തുന്നുണ്ട്. അന്നേരം എന്തിനാ കാണണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇന്ന് ഡോക്ടർ ലീവാണ്, ചിലപ്പോൾ ആ ഫയൽ എടുക്കാനായിട്ട് സാധിച്ച കാര്യം നടന്നേക്കുമെന്ന് പറയുകയാണ്. അന്നേരം ആ ഫയൽ എടുത്താൽ അതെല്ലാം അറിയാൻ പറ്റുമെന്ന് ഇങ്ങനെ രേഷ്മ ചോദിക്കുമ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, അറിയാൻ പറ്റും, പിന്നെ ഞാനിത് എടുത്ത് തരാം, പക്ഷേ ഹാർട്ട് സ്വീകരിച്ച ആളിനെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത്, എങ്കിൽ എൻ്റെ ജോലി പോവും എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ രേഷ്മ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഈ നഴ്സാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ചന്ദ്രയാണെങ്കിൽ ശിവനെ ഫോൺ വിളിക്കുകയാണ്. അന്നേരം ശിവൻ അവിടെ ലോഡ്ജിലാണ്, കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് വിളിക്കുന്നത്. അന്നേരം പിന്നെ അച്ഛൻ അവസാനം കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അപ്പം നിനക്ക് സന്തോഷമായല്ലോ, ഇനി എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അല്ല അച്ഛൻ വലിയ സന്തോഷം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെന്തെങ്കിലും തിരക്കായിരിക്കും എന്ന് പറയുമ്പോൾ എന്നാലും ഇങ്ങനെ ഒരു ബിസി ഉണ്ടോ, വിളിച്ചിട്ട് ഇന്നലെ മുതൽ അവിടെ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ വിളിക്കുകയാണ്, കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് ഞാനൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ശിവനാണെങ്കിൽ പെട്ടെന്ന് നിർമ്മലയെ ഫോൺ വിളിക്കുന്നുണ്ട്. ഈ ചന്ദ്ര പറഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് വിളിക്കുന്നത്. അന്നേരം അമ്മ പിന്നെ അവിടെ എന്തായി കാര്യങ്ങൾ, സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ അച്ഛനാണെങ്കിൽ അവളുടെ ഇഷ്ടം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ ആളിനെ വിളിക്കണം, പന്തൽ കെട്ടണം, കല്യാണം നടത്തണം, സദ്യ കൊടുക്കണം, ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പൊന്നാങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ വിളിച്ചാൽ ഞാൻ വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് അച്ഛൻ വിളിച്ചിട്ട് വേണോ വരാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എത്താം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ശിവൻ ചന്ദ്രയെ വിളിക്കുകയാണ്. എന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലടി, എല്ലാം നേരെ അതുപോലെ തന്നെയാണ്, നിൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും പ്രകാശിനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും എങ്കിൽ നിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ശിവൻ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്രകാശിനെയാണെന്ന് തോന്നുന്നു ഒരു കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സീൻ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ അവിടെ ഡേവിസും ആൻ്റണിയും കൂടി പിന്നെ സുസ്മിതയെ കാണാനായിട്ട് അവിടെ ഒരു ആശ്രമത്തിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആൻ്റണി, ഡേവിസും പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളെ പറഞ്ഞാൽ അറിയില്ല, അപ്പൻ്റെ പേര് പറഞ്ഞാൽ അറിയാം, യോഹന്നാൻ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം യോഹന്നാൻ അങ്കിളിൻ്റെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ ഇവിടെ സ്വാമിയെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പിന്നെ സുസ്മിത മാഡത്തിനെ കാണാൻ തന്നെയാണ് വന്നത്, കണ്ടാൽ കാര്യം സാധിച്ചു തരുമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം അത് മേയറായിരുന്നപ്പോൾ അങ്കിളിനെ ഒരുപാടൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് കാലമായി എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത മാഡത്തിന് ഇത് കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രോപ്പർട്ടിക്ക് അടുത്താണ് ഈ ചെറുവള്ളി പാടം കിടക്കുന്നതൊക്കെ, അപ്പോൾ അത് അവിടെ ഒരു നെല്ലിനകത്ത് വീട് വെക്കരുത് എന്നല്ലേ നിയമമുള്ളൂ, പക്ഷേ അത് ആതുര സേവന കേന്ദ്രമാകുമ്പോൾ അതിനാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, കുറേശ്ശെ ആകുമ്പോൾ നമ്മുടെ ഭാഗത്തോട് ചേർക്കുകയും ചെയ്യാം, ക്യാൻസർ രോഗികൾക്ക് ഒരു ആശ്രിത കേന്ദ്രം എന്നിങ്ങനെ പറയുകയാണ്. അതിൽ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദയുടെ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല ഇതാവും, ഒരു തണലാവും, ആതുര സേവനം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം പക്ഷേ അത് സുസ്മിത പറയുന്നുണ്ട്, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ ഈ സ്വാമിയാണെങ്കിൽ അതിന് നിൽക്കില്ല, പിന്നെ ട്രസ്റ്റ് പിന്നെ പാർട്ട്നേഴ്സിനെ ഒന്നും വെച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഫണ്ട് തരുന്നവരൊക്കെ റെഡിയാണ്, എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു, പക്ഷേ കളക്ടർ അനുമതി തന്നില്ല, കളക്ടർ ശാലിനി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന് മുന്നേ ഡേവിസ് പറയുന്നുണ്ട്, അങ്ങനെ സ്വാമിയുടെ കീഴിലല്ലാന്നുണ്ടെങ്കിൽ തലപ്പത്ത് നമ്മൾ കുറച്ച് പേരും പിന്നെ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദ എന്തെങ്കിലും ഒരു ഇടയ്ക്ക് വന്നു പോയാൽ അതൊരു ആതുര സേവന കേന്ദ്രം ജനങ്ങളുടെ ഇടയിൽ ഇമേജും ഉണ്ടാവും, പിന്നെ സർക്കാരിൻ്റെ പദ്ധതി ആകുമ്പോൾ സർക്കാരിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ബിസിനസ് തന്നെയാണ് ആൻ്റണി പറയുന്നത്, സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നു ഉണ്ട്. എന്നിട്ട് കളക്ടർ ശാലിനി എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശാലിനിയായിട്ടുള്ള പഴയ ശാലിനിയെ സുസ്മിത ആലോചിക്കുകയാണ്, ശാലിനിയായിട്ടുള്ള പഴയ പിന്നെ വെല്ലുവിളികളും ബഹളവും, ആദ്യമായിട്ട് കളക്ടറായിട്ട് വന്ന് ഇറങ്ങുന്നതും പിന്നീട് സത്യഭാമയുടെ വീട്ടിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും സുസ്മിതയെ തല്ലുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയാണോ നിങ്ങൾക്ക് ഒതുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ബാക്കിയെല്ലാം റെഡിയാണ്, പക്ഷേ കളക്ടറാണ് തടയായിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ആൻ്റണി പറയുന്നുണ്ട്.
അവളെ മെരുക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ ഡേവിസ് ചോദിക്കുന്നുണ്ട്. അന്നേരം അവളങ്ങനെ മെരുങ്ങുന്ന കൂട്ടത്തിലൊന്നുമല്ല, ചെറിയ രീതിയിൽ കുടുങ്ങുന്നവളും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആൻ്റണി പറയുന്നുണ്ട് അവളുടെ തലതെറിച്ച സ്വഭാവം കാരണം അവളുടെ ഭർത്താവ് വിഷ്ണു പോലും സ്ഥലത്തില്ല, അവൻ എവിടെയോ നാട് വിട്ട് പോയിരിക്കുകയാണ്, വേറെ ഏതൊക്കെയോ പെണ്ണിൻ്റെ കൂടെ പോയിരിക്കുന്നു എന്നാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവളുടെ രക്ഷകൻ ഇപ്പോൾ കൂടെ ഇല്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, ഇതിനെ ലക്ഷ്യം സ്ഥാനത്ത് എത്തിച്ചാൽ എനിക്കെന്താ ഗുണമെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഈ ഒരു സംരംഭത്തിൽ ഒരു പ്രഥമ സ്ഥാനം, മെയിൻ സ്ഥാനം മാഡത്തിനായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ അവളെ അങ്ങനെ ഒരു വിധത്തിലും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുസ്മിത മാഡം എന്ന് അപ്പൻ പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അതെ, ഞാൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് എല്ലാവരുമായിട്ടും ഒക്കെ അവളെ കൊടുക്കാനായിട്ട് നോക്കിയാണ്, പക്ഷേ അതിന് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മീയതയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ ഒരു നാശം കണ്ടെത്താനായിട്ട് നിങ്ങൾ എനിക്കൊരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് ചെറുവള്ളിപ്പാടം നികത്താനുള്ള ഉത്തരവ്, അത് കളക്ടറുടെ ഉത്തരവല്ലേ, അത് ഞാൻ നേടിയെടുത്ത് തരും. രണ്ടാമത്തേത് ശാലിനിയുടെ സർവനാശം, അത് ഞാൻ ഏറ്റു, മിഷൻ സക്സസ്ഫുൾ എന്ന് യോഹന്നാൻ അങ്കിളിനോട് പറഞ്ഞുതരാം, ഞാനിത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിങ്ങനെ സുസ്മിത പറഞ്ഞ് നിൽക്കുമ്പോൾ ഡേവിഡിനും ആൻ്റണിക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ ഭക്ഷണവും കഴിക്കുന്നില്ല, ആകെ പിണങ്ങിയിരിക്കുകയാണ്. അന്നേരം ഭാമ ചെന്ന് വിളിക്കുന്നുണ്ട്, രാഘവേട്ട ഭക്ഷണം കഴിക്കുന്നില്ല. അന്നേരം എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ഗുളിക കഴിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ മോൻ വിഷ്ണു വരട്ടെ, വിഷ്ണു വരാതെ ഞാനൊന്നും കഴിക്കില്ല, ഞാനങ്ങ് ചത്തുപോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവനോട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടി ജീവൻ കളയുകയല്ല വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയെന്നോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ലാതെ പിന്നെ അച്ഛനെയും അമ്മയെയും, വയ്യാത്ത അച്ഛനെയും അമ്മയെയും ഭാര്യയും മക്കളെയും ഒപ്പം ഉപേക്ഷിച്ച് പോയവനാണെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, എവിടെ പോയാലും അവൻ ഗതി പിടിക്കില്ല, ഈ അമ്മയുടെ ശാപം അവന് കൂടെ തന്നെ കാണും, ഒരിക്കലും അങ്ങനെ പോയവരാരും ഒരിക്കലും നന്നായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വായിൽ തോന്നിയത് ഭാമ പറയുന്നുണ്ട് വിഷ്ണുവിനെ പറ്റി. അപ്പോൾ രാഘവൻ നായർക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം കൂടുന്ന രാഘവൻ നായർ കട്ടിലിരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയുടെ മുടിക്ക് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. നീ എന്താടി പറഞ്ഞത്, എൻ്റെ മോനെ ഇറക്കി വിട്ടെന്നോ, എൻ്റെ മോനെ നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങിപ്പോയെന്നോ, ഇറക്കി വിട്ടതാണ്, എന്നിട്ട് എൻ്റെ മോനെ മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ട് പോവാ, അവനെ ശപിക്കുന്നു എന്നും പറഞ്ഞ് മുടിക്ക് കുത്തിപ്പിടിക്കുമ്പോൾ സത്യഭാമ അങ്ങോട്ട് പിന്നെ കരയുകയാണ് ചെയ്യുന്നത്. അന്ന് രാഘവേട്ട വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് പിള്ള ഓടി വന്ന് എന്താ രാഘവൻ സാറേ വിടൂ എന്നൊക്കെ പറഞ്ഞ് വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ് രാഘവൻ നേരം, മുടിക്ക് കുത്തിപ്പിടിച്ചങ്ങോട്ട് തള്ളുമ്പോൾ ഭാമ വാതിൽക്കലേക്ക് ചെന്ന് ഭിത്തിയിൽ പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം പിള്ള എന്താന്നൊക്കെ ചോദിക്കും, പിള്ളയ്ക്കും കൊടുക്കുന്നുണ്ട്, ഒരടി കൊടുക്കുകയാണ്. അന്നേരം മര്യാദയ്ക്ക് എൻ്റെ മോൻ വിഷ്ണുവിനെ കൊണ്ടുപോവാ, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ വീടിന് തീയിടും, എല്ലാത്തിനെയും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല, ഇവിടെ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണുന്ന ഫ്ലവർ വൈസും സാധനങ്ങളും ഒക്കെ വലിച്ചെറിയുകയാണ്. അന്നേരം രാഘവേട്ടാന്നൊക്കെ ഭാമയും രാഘവൻ സാറേയും എന്നൊക്കെ പിള്ളയും ഒക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ എന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം മാറി നിൽക്കടി എന്നും പറഞ്ഞിട്ട് ഹാളിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ കണ്ട സാധനങ്ങളും ഒക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടു അവനില്ലാതെ പിന്നെ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവേട്ട നമ്മുടെ മോൻ വിഷ്ണു അല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ആരാ വിഷ്ണു അല്ലാതെ, അതെൻ്റെ മോൻ വിഷ്ണു തന്നെയാണ്. ഭാമേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ജലപാനം കുടിക്കണമെങ്കിൽ അവൻ വരണം, ഇല്ലെങ്കിലേ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഇറങ്ങിക്കോ, എൻ്റെ മോനില്ലാത്ത വീട്ടിൽ ഞാൻ ആരെയും നിർത്തില്ല, ഞാൻ ഈ വീടിന് തീയിടാൻ പോവുകയാണ്, എല്ലാവരും ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വയ്ക്കുമ്പോൾ പിള്ളയും സത്യഭാമയൊക്കെ ആകുന്നേരം പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെയും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ആ കമ്പ് ആ സോപാനത്തിലേക്ക് വെച്ചിട്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു വരണം, അവൻ വരാതെ ഞാൻ വെള്ളം കുടിക്കില്ല, ജലപാനം കുടിക്കില്ല, ആരെ ഇരുത്തില്ല, വിഷ്ണു മോനെ വിഷ്ണു വാടാ എന്നൊക്കെ പറഞ്ഞ് കരയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഇതിപ്പോൾ രാഘവേട്ടൻ്റെ ഒരു കാര്യം എന്താ ചെയ്യാമെന്നും പറഞ്ഞ് ഭാമ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും സത്യാമ്മയെന്ന് ഇങ്ങനെ പിള്ള ചോദിക്കുകയാണ്. അന്നേരം എനിക്കെങ്ങനെ അറിയാമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെയും ഭാമ അവിടെ തന്നെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഇതേസമയം അവിടെ രേഷ്മയാണെങ്കിൽ ഹോസ്പിറ്റലിന് വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. രമണി നേഴ്സാണെങ്കിൽ അകത്ത് ഡോക്ടറുടെ ആ ഒരു ക്യാബിൽ കയറിയിട്ട് ആ ഒരു അലമാരയിൽ നിന്നും ആ ഒരു ഫയൽ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഇത് ഡോക്ടറുടെ പേഴ്സണൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്നതാണ്. എൻ്റെ പൊന്നു മോളെ എൻ്റെ ജോലി കളയിക്കല്ല് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് രമണിക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഫയൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അന്നേരം ഇതിൽ ആദ്യം ഹാർട്ട് കൊടുത്ത ആളിൻ്റെയും ഡോണറിൻ്റെയും രണ്ടാമത്തേത് റിസിപ്റ്റ് ാണ്, അതായത് ഹാർട്ട് സ്വീകരിച്ച ആളിൻ്റെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാർട്ട് കൊടുത്ത ആളിനെ എനിക്കറിയാം, സ്വീകരിച്ച ആളിനെയാണ് അറിയേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പവും ഉണ്ടാകരുതെന്നിങ്ങനെ രമണി വീണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് ഒരു കുഴപ്പവും രമണിക്ക് ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പിന്നെ ഇതൊരു നല്ല കാര്യത്തിനാണ്, അതിൻ്റെ പുണ്യം രമണിക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എന്നെ അവിടെ തിരക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഒന്നുകൂടി രമണി താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അങ്ങ് പോവുകയാണ്.
അതിനുശേഷം രേഷ്മയാണെങ്കിൽ ആ ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അന്നേരം ആദ്യം വിഷ്ണുവിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെയാണ്. വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ആ പേജ് മറിക്കുമ്പോൾ ശിവൻ്റെ ഫോട്ടോ കാണുകയാണ്. അന്നേരം ശിവൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് ശിവനാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഈ രേഷ്മയ്ക്ക് നഴ്സ് ആ ഒരു ഫയൽ കൊണ്ടു കൊടുക്കുമ്പോഴേ ശിവൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ രേഷ്മ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് ശിവൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് ശിവൻ രേഷ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ രേഷ്മ ആ ഫോട്ടോയിൽ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ശിവനെ കാണുന്നുമില്ല. ശിവനാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം രേഷ്മ ഈ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, അപ്പോൾ ഇയാൾക്കാണ് വിഷ്ണുവിൻ്റെ ഹൃദയം കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇയാളിലൂടെ വിഷ്ണു ജീവിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നോക്കി ആ ഫോട്ടോ നോക്കി ഇങ്ങനെ സ്വയം പറയുകയാണ്. ഇതേസമയം അകത്തേക്ക് പോയ ശിവനാണെങ്കിൽ അവിടെ റിസപ്ഷനിൽ ഡോക്ടർ പ്രകാശിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ പ്രകാശ് വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഫോൺ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വഴിയും ചോദിക്കുമ്പോൾ ഡോക്ടർ അരുണിനെ കണക്ട് ചെയ്ത് തരാം, ഡോക്ടർ പ്രകാശിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ വലിയ ഉപകാരം എന്ന് പറയുകയാണ്. ആ റിസപ്ഷനിലെ ഫോണിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശിവൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേസമയം രേഷ്മയുടെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം ആരായിരിക്കും ഇയാൾ എന്നിങ്ങനെ പറഞ്ഞ് രേഷ്മ ഇങ്ങനെ ആ ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് ശാരദാമ്മയാണെങ്കിൽ രേഷ്മയെ ഫോൺ ചെയ്യുന്നത്. അന്നേരം ശാരദാമ്മ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ ശാരദാമ്മയാണ്, കുടുംബശ്രീ ഹോട്ടലിലെ കളക്ടർ ശാലിനിയുടെ അമ്മ എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി, അമ്മ പറഞ്ഞു എന്ന് പറയുകയാണ്. എനിക്ക് മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഇവിടെ കുടുംബശ്രീ വീട്ടിലേക്കൊന്ന് വരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രേഷ്മ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അത്രേ കാണിക്കുന്നുള്ളൂ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ രേഷ്മയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഈ ഫയലെല്ലാം കൊണ്ടുവന്ന് ശാരദാമ്മയെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവിടെ പക്ഷേ ശാരദാമ്മ ശാലിനി അറിയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ രാഘവൻ നായരുടെ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്, വിഷ്ണുവിനെ കാണുമെന്നാണ്. ശിവനെയാണ് വിഷ്ണുവായിട്ട് കണക്കൂട്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ സത്യഭാമ അവസാനം ശിവനെ തിരിച്ച് വിളിക്കുമായിരിക്കും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇനി ശാലിനിയെ കൂടി അറിയുമെങ്കിലാണ് കാര്യങ്ങൾക്കൊക്കെ ഏകദേശ ധാരണയാവുന്നത്. പക്ഷേ ഇനി സുസ്മിതയും വീണ്ടും രംഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഇനി എന്താകുമെന്ന് കണ്ടറിയാം. പക്ഷേ വിഷ്ണുവിനെ അവിടെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആദ്യത്തെ അറിവായിട്ടൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഇതുവരെ സുസ്മിതയ്ക്ക് ഇവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എപ്പിസോഡൊക്കെ ബാക്കി കറക്റ്റ് പ്രമോയൊക്കെ വരുമ്പോൾ നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, താങ്ക് യു.